നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ചെന്നൈയിൽ വെച്ച് തുടർച്ചയായി 2 മത്സരങ്ങൾ വിജയിച്ച CSK കടുത്ത മത്സരം ഹൈദരാബാദിനെതിരെ ഹൈദരാബാദിൽ പോയിട്ടാണ് കളിക്കാനുള്ളത്. ഇപ്പോൾ ആ മത്സരത്തിന് MSD ഇറങ്ങുമെന്ന ചോദ്യം. നാളെയാണ് ആ കളി. MSD ടീമിനോടൊപ്പം ഹൈദരാബാദിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഹൈദരാബാദിലും ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ നാളെ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ക്രിക്ക് ബസ്സൊക്കെ ഉത്തരം പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. റവ് സ്പോർട്സും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് MS ധോണി ഹാസ് ട്രാവൽഡ് വിത്ത് CSK ടീം ടു ഹൈദരാബാദ് ബട്ട് ഹി ഈസ് ഗോയിങ് ടു പ്ലേ ടുമാറോ. നാളത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കുന്നില്ല. അദ്ദേഹം പരിക്കിൽ നിന്ന് നല്ല രൂപത്തിൽ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. മോസ്റ്റ് ലൈക്ലി ടു സ്റ്റാർട്ട് പ്ലേയിങ് ഫ്രം ഗെയിം അഗെയിൻസ്റ്റ് ഗുജറാത്ത് ടൈറ്റൻസ് ഇൻ ചെന്നൈ ഓൺ 26 ഏപ്രിൽ. അപ്പോൾ അദ്ദേഹം ഇനി അടുത്ത മത്സരം ഒരുപക്ഷെ കളിക്കാൻ ഇറങ്ങുക GTക്കെതിരെ ചെന്നൈയിൽ ഈ മാസം 26-നുള്ള മത്സരമുണ്ട്. ആ കളിയിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ നാളത്തെ കളിയിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ റവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. റവ് സ്പോർട്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 44-year-old ഈസ് പ്രോഗ്രസിംഗ് വെൽ ഫ്രം ഹിസ് കാഫ് സ്ട്രെയിൻ ആൻഡ് ഈസ് ഓൺ ട്രാക്ക് ഫോർ പോസിബിൾ റിട്ടേൺ അഗെയിൻസ്റ്റ് ഗുജറാത്ത് ടൈറ്റൻസ് ലേറ്റർ ദിസ് മന്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിക്കിൽ നിന്നുള്ള മോചനം എന്നുള്ളത് വളരെ നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് അദ്ദേഹം കളിക്കുക. ഏതായാലും CSK വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത്. വലിയ രൂപത്തിൽ അദ്ദേഹത്തെ റഷ് ചെയ്യുന്നില്ല. അതായത് പ്ലേയിങ് കരിയറിലേക്ക് വീണ്ടും അദ്ദേഹം തിരികെ എത്തി മുന്നോട്ട് പോവേണ്ടതുണ്ട്. കുറച്ച് കാലം കൂടി, അറ്റ്ലീസ്റ്റ് ഈ സീസൺ അവസാനം വരെയെങ്കിലും. അതുകൊണ്ട് പുഷ് ചെയ്തിട്ട് വീണ്ടും പരിക്ക് റിക്കവർ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് CSK എടുക്കുന്നത് എന്ന് കൂടി റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.